2023 പകുതിയോടുകൂടി നിയമമൊക്കെ മാറിയായിരുന്നു. സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള നിയമമൊക്കെ വന്നായിരുന്നു. അത് ഈ വിവരമില്ലാത്ത പോലീസുകാർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ആ കേസിനെ പറ്റി എനിക്ക് ഇത് പറയണമെന്നുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂ ആവശ്യപ്പെട്ടത്. എൻ്റെ നിരപരാധിത്വം തെളിയണവരേക്കും അതിൻ്റെ കാര്യങ്ങളിലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അല്ല, നിങ്ങളിപ്പോൾ ഒരു തെറ്റിയാത്ത ഒരാളെ പിടിച്ചുകൊണ്ടെന്ന് നിങ്ങളെ നാണം കടത്ത ആൾ കെടുത്തി കഴിഞ്ഞു. ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ കോടതിയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. കോടതി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറയാം. അഡ്വക്കേറ്റ് അത് കോടതിയിൽ പറയും. അപ്പോൾ കോടതി തീരുമാനിക്കുന്ന എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ പോലീസുകാരുടെ ഈ വൃത്തികെട്ട പെരുമാറ്റം, നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ താഴ്പൊളി മോൻ, അങ്ങനെ താഴ്പൊളിയുള്ള വിളികളും പിന്നെ തെറികളും അങ്ങനെയുള്ള നമ്മുടെ ഭാഗം കേൾക്കാൻ തയ്യാറാവാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് തെളിവ് കോടതിയിൽ കൊടുക്കാൻ സാധിക്കും. പോലീസ് സ്റ്റേഷനിൽ CCTV ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. നിങ്ങളെ ഇന്നിപ്പോൾ ഏത് ഡേറ്റിലാണ് കൊണ്ടുവന്നു പറഞ്ഞാൽ? എന്നെ കൊണ്ടുപോയത് 8-ാം തീയതി വൈകിട്ട് പിടിച്ചു, 9-ാം തീയതി കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു. 8-ാം തീയതി നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ 8-ാം തീയതി 7 PM വിളിച്ചു വരുത്തിയിട്ട് 9-ാം തീയതി 7 PM നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 7 PM അത് 5 PM 7 PM. അതായത് പിറ്റേ ദിവസം. അല്ല, ഞാൻ ചോദിച്ചതല്ല, നിങ്ങളുടെ ഡേറ്റ് എന്താന്ന് പറഞ്ഞാൽ? 8-ാം തീയതി. 8-ാം തീയതി, അതായത് 2024 ഡിസംബർ 8-ാം തീയതി വൈകിട്ട് എന്നെ ഒരു 5:30-6 മണിയോടെ കൂടെ വിളിക്കുന്നു. അപ്പോൾ ഡിസംബർ 8-ാം തീയതി നിങ്ങളെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ഞാൻ ചെല്ലുന്നു. നിങ്ങൾ 7 PM ചെല്ലുന്നു. അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടില്ല. 9-ാം തീയതി ഒരു 5 PM 6 PM അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. അതിനുശേഷം കോടതി പിരിയുന്നവരെ നിങ്ങളെ ചുമ്മാ സ്റ്റേഷനിൽ വെച്ച് വഴിപ്പിച്ചു. കോടതി പിരിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നേരിട്ട് ഹാജരാക്കി നിങ്ങളെ ജയിലിലേക്ക് വിടുകയാണ് അവർ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് നടന്നത്. ഇതിനെയാണ് തെണ്ടിത്തരം എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ അത്രയും വഴിയിപ്പോഴും ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ജാമ്യക്കാരുണ്ട്, ജാമ്യം എടുക്കാനുള്ള ഇതൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കൊണ്ടുപോകും നിന്നെ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുക ചെയ്തു. അത് പോലീസുകാരെല്ലാ ആൾക്കാരിലും ചെയ്യുന്ന പരിപാടിയാണ്. കോടതി പിരിയുന്നവരെ സ്റ്റേഷനിൽ വച്ചിരുന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയിട്ട് സാധാരണക്കാരെ ജയിലിലേക്ക് വിടുക എന്നുള്ളത്. അത് കോടതി ശ്രദ്ധിച്ച് സാധാരണക്കാർക്ക് വേണ്ടുന്ന നീതി നടപ്പിലാക്കണമെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് പുറമെ ഇത് കേസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആ ലേഡി വേറെ ഒരുത്തൻ്റെ കൂടെ പോവുകയും ചെയ്ത് ഒരാഴ്ച, ഒരു 1-2 മാസത്തിനുള്ളിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴം കളഞ്ഞിട്ട് അടുത്ത പഴം തേടി പോകുന്നൊരു ആ പഴം കളഞ്ഞിട്ട് വേറെ പഴം തേടി പോകും. അത് ഈ ലോകത്തുള്ളതാണ്. അത് മാറാനൊന്നും പോകുന്നില്ല. അപ്പം നാളെ ആയാലും ഇപ്പോൾ ഈ പറഞ്ഞ പോയേക്കണവനും ഇതേ അനുഭവമായിരിക്കും വരിക. അവൻ്റെ പഴം മതിയാക്കുമ്പോൾ വേറെ പഴം നോക്കി പോകും. അത് ഈ ലോകത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഞാൻ ഈ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാർ നമ്മുടെ അടുത്ത് പറയണേ, നീ അതൊന്നും നോക്കണ്ട, നിൻ്റെ കാര്യം നോക്കി നീ നടന്നോ എന്നാ പറയാം. നമ്മൾ നമ്മുടെ കാര്യമല്ലേ നോക്കി കിടക്കണം, പിന്നെ പോലീസുകാരുടെ കാര്യം നമ്മൾ നോക്കി കിടക്കണേ. നമ്മളത് പറയുമ്പോൾ പോലീസുകാർ കേൾക്കണ്ടേ? എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് ഒരു ന്യായം കേൾക്കാനോ എന്തെങ്കിലും നിൽക്കണ്ടേ? ന്യായമില്ലാത്തവരാ സ്റ്റേഷനിലിരിക്കണേ. ന്യായമുള്ളവരിരുന്നാലാ ന്യായം കേൾക്കുള്ളൂ. അത് സാധാരണക്കാരാദ്യം മനസ്സിലാക്കണം. ഇതേപോലെ വേദന അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് ഇതേപോലെ തുറന്നു പറയാനുള്ള സ്ഥലം തേടി നടക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് അവർ നിങ്ങളോട് കാണിക്കുന്ന വൃത്തികേടുകൾ, നിങ്ങളത് സോഷ്യൽ മീഡിയനെ അറിയിക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വൃത്തികേടുകളെല്ലാം പുറത്തു വന്നാലേ നമ്മുടെ കോടതികൾ ഒന്നും കൂടി ഉണരുകയുള്ളൂ. കോടതികൾ പോലീസുകാർക്ക് ശിക്ഷകൾ വിധിക്കുന്ന സമയം വരണം. എന്നാൽ മാത്രമേ സാധാരണക്കാരനിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് എൻ്റെ കയ്യിലിപ്പോൾ ആ ഫോട്ടോസ് നശിപ്പിച്ചവർ കളഞ്ഞെങ്കിലും. ഏത് ഫോട്ടോസ്? അതായത് ഈ ലേഡി ഞാനും കൂടി മറ്റേ ആനക്കൂടിയിൽ പോയിരുന്ന ഫോട്ടോ. അതായത് നിങ്ങൾ യാത്ര ചെയ്തപ്പോഴത്തെ പല സ്ഥലത്ത് ഇരുന്നെടുത്ത നല്ല നല്ല ഫോട്ടോകൾ. നല്ല ഫോട്ടോസ്, സെൽഫി. അതും ആ ലേഡീസ് തന്നെയാണ് കൈകൊണ്ട് എടുത്താണ് സെൽഫി. ആ സ്ത്രീ തന്നെയാണ് സെൽഫി എടുത്ത് തന്നേക്കുന്നത്. സെൽഫി ഫോട്ടോ എടുത്ത് തന്നേക്കുന്നത്.
ആ ഫോട്ടോസ് ഞാൻ വേറൊരു സ്ഥലത്ത് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ പോണതിലും മുമ്പ്. അത് നല്ല കാര്യം. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കളഞ്ഞെങ്കിലും എൻ്റെ കയ്യിൽ അതുണ്ട്. അത് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇത് സ്റ്റുഡിയോ കൊടുത്ത് എടുക്കണം. അതെടുക്കാൻ ഞാൻ നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം സ്റ്റേഷനിൽ ചെന്നാൽ തെണ്ടിത്തരവന്മാർ കാണിക്കും എന്നുള്ളത്. അതെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോകളൊക്കെ സേഫാക്കി സേഫാക്കി വെച്ചിട്ടാണ് ഫോൺ കൊണ്ട് ചെന്നത്. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ പിന്നെ അത് മൊത്തം പോയേനെ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് എടുത്തു വെച്ചതിൻ്റെ പേരിൽ എനിക്കത് സേഫാക്കാൻ കാണിക്കാൻ സാധിക്കും, കോടതിയിൽ കാണിക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് ഇത് കാണുന്ന ജനങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഫോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് സേഫാക്കി വെച്ചിട്ട് പോണതായിരിക്കും നല്ലത്. ഫോൺ കൊണ്ടുപോകാതിരിക്കുകയായിരിക്കും നല്ലത്. ഫോൺ കൊണ്ടുപോകാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് പോകുമ്പോൾ ഒരു 10,500 കീപാഡ് ഫോണൊക്കെ ആയിട്ട് നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 20,000-25,000 രൂപയൊക്കെ ഫോണൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. പിന്നെ അത് തിരിച്ച് കിട്ടണമെങ്കിൽ അവരെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടൊക്കെ വേണം. കൈക്കൂലിയാണെന്ന് ആവശ്യപ്പെട്ടത് ലേഡി, ഈ കേസ് എഴുതിയ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത് കൈക്കൂലി രീതിയാണ് ഞങ്ങൾ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ 2,000 മേടിച്ചൊരു റിട്ടയർഡ് SI ഇപ്പോൾ 7 വർഷം ജയിലിലായിട്ട് വിട്ടുണ്ട് വിജിലൻസ് കോടതി. അപ്പോൾ ഇതുപോലെ കേസുണ്ടായി നിങ്ങളെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഓടിക്കയറി സ്റ്റേഷനിലേക്ക് ചെല്ലാനോ, അതുപോലെ ജീപ്പിൽ വന്നാൽ നിങ്ങൾ മാക്സിമം വീട്ടിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഓടി രക്ഷപ്പെട്ട് ഒരു അഡ്വക്കറ്റിൻ്റെ അടുത്ത് ചെന്ന് വിശദ വിവരങ്ങൾ തേടിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകാവൂ. അത് അനുഭവം കൊണ്ട് പറയുകയാണ്. ഇതുപോലുള്ള മോശാനുഭവങ്ങൾ വരാതിരിക്കാനും കൂടിയിട്ടാണ്. പോലീസുകാർ വിളിക്കുന്നത് നമ്മളെ നല്ലതിനല്ല, നമ്മളെ കെണിപ്പെടുത്താനാണ്. അതുകൊണ്ട് അഡ്വക്കറ്റിൻ്റെ നിയമവശം തേടിയിട്ടേ പോകാവൂ. ഒരിക്കലും ഓടിച്ചാടി കയറി പോകരുത്. പെരുമ്പാവൂർ സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്ന ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് എൻ്റെ പേരിലുള്ള കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, കേസ് നീ അറിയണ്ട, നിന്നോട് വിളിച്ചപ്പോൾ നീ ഇങ്ങോട്ട് വരിക, അതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്നെ പിടിക്കും എന്ന് പറഞ്ഞു. പറയുമ്പോൾ ഞാൻ പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ ഇതൊക്കെയാണ്. അവർ വിളിച്ചു വരുത്തിയ രീതിയിലല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ ചുമത്തിയ കേസ്. അപ്പോൾ ഇതുപോലെ നാളെ നിങ്ങളെ ആരെ വിളിച്ചാലും ഈ വിളിച്ച് പറയുന്ന പോലെയല്ല സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉള്ള അവരുടെ പ്രവൃത്തിയും അവരുടെ സ്വഭാവവും. അത് ന്യായത്തിൽ കൂടെ ഉള്ള കേസിൻ്റെ വകുപ്പുകളല്ല എഴുതുക, ഇരട്ടിപ്പിച്ച് എഴുതുന്ന. അതിൽ ഒരു സ്റ്റേഷനിൽ 50 പോലീസുകാരുണ്ടെങ്കിൽ അതിൽ 37 പോലീസുകാരും ഇങ്ങനെ അന്യായങ്ങൾ എഴുതി കൂട്ടി മനഃപൂർവ്വം കേസിലെ പ്രതികളാക്കി തീർക്കുകയാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു 50 പോലീസുകാരുണ്ടെങ്കിൽ 40 പോലീസുകാർ ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ. 10 പോലീസുകാർ നല്ലവരുണ്ടെങ്കിൽ അവരെയും കണ്ട് ഈ പറഞ്ഞ സാധാരണക്കാർക്ക് ഒരു ഗുണവുമില്ല, അവരൊട്ട് നല്ലത് ആർക്കും വേണ്ടി ചെയ്യൂല. അവരാർക്കും വേണ്ടി ഒരു ഗുണമില്ലാതെ ആ നല്ലവരായ പോലീസുകാർ ഒരു മൂലയ്ക്ക് മാറി നിൽക്കല്ലാതെ ആർക്കും വേണ്ടി പ്രത്യേകിച്ച് ഒരു സഹായം ചെയ്യില്ല. അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പോലീസ് സേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% കൊള്ളൂല്ലാത്ത ആൾക്കാരും 10% നല്ല ആൾക്കാരും എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് ഈ 10% നല്ല ആളുകളെ കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. അവരൊരു മൂലയ്ക്ക് മാറിയിരിക്കുകയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ ഒരു വൃത്തികേടുകളും വിളിച്ചു പറയാനൊന്നും അവർ തയ്യാറാവില്ല. അവരാ ശമ്പളം മേടിച്ച് ജീവിച്ചു പോകുന്നു. അങ്ങനെയാണ് ഈ 10% നല്ല ആൾക്കാരെന്ന് പറയുന്നത് അല്ലേ? അതന്നെ.